US മിസൈലിന് പിന്നാലെ UK നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ റഷ്യയിലേക്ക് യുക്രൈൻ തൊടുത്തതായി റിപ്പോർട്ട്. റഷ്യയിലെ കുർസ്ക് മേഖലയിലെ സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത്. US മിസൈലിന്റെ ഉപയോഗത്തിനെതിരെ പുടിൻ നൽകിയ മുന്നറിയിപ്പ് തള്ളിയാണ് യുക്രൈൻ UKയുടെ മിസൈൽ പ്രയോഗിച്ചത്. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ ഉത്തര കൊറിയൻ സൈന്യത്തെ വിന്യസിച്ചതിന് മറുപടിയായാണ് യുക്രൈൻ സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് UK അംഗീകാരം നൽകിയത്. റഷ്യയിലെ കുർസ്ക് മേഖലയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു മിസൈൽ ആക്രമണം. പരമാവധി 250 കിലോമീറ്റർ ദൂരപരിധിയുള്ള ദീർഘദൂര മിസൈലുകളാണ് സ്റ്റോം ഷാഡോ. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിക്കുന്ന ശക്തമായ ബങ്കറുകളിലും ആയുധപ്പുരകളിലും തുളച്ചുകയറി സ്ഫോടനം നടത്താൻ ഏറ്റവും അനുയോജ്യമായ ആയുധമായാണ് സ്റ്റോം ഷാഡോ മിസൈലുകൾ കണക്കാക്കപ്പെടുന്നത്. ഓരോ മിസൈലിനും ഏകദേശം $1 മില്യൺ ചിലവ്. US നിർമ്മിച്ച ആർമി ടാക്ടിക്കൽ മിസൈൽ സംവിധാനവും നിലവിൽ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. യുക്രൈന് US നിർമ്മിത മിസൈലുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നീക്കത്തെ വിമർശിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു. നടപടി വലിയ അബദ്ധമായെന്നും യുദ്ധം ആളിപ്പടരാനെ സഹായിക്കുമെന്നും തുർക്കി പ്രസിഡന്റ് രജബ് തയ്യിപ് എർദോഗൻ പറഞ്ഞു. എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്നും സമാധാനത്തോടെ ഇരിക്കണമെന്നും ചൈനയും പ്രതികരിച്ചിരുന്നു. അതേസമയം റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ US UK നിർമ്മിത മിസൈലുകൾ ഉപയോഗിക്കുന്നത് നാറ്റോ സഖ്യം മോസ്കോയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത് പോലെ കണക്കാക്കുമെന്നാണ് റഷ്യയുടെ നിലപാട്. പരമാധികാരത്തിനോ അഖണ്ഡതയ്ക്കോ ഭീഷണി ഉയർത്തിയാൽ ആണവശക്തിയല്ലാത്ത രാജ്യത്തിനെതിരെയും അണുവായുധം ഉപയോഗിക്കാനായി പുടിൻ കഴിഞ്ഞ ദിവസം റഷ്യയുടെ ആണവ നയം തിരുത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.